നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെറുവിൽ ആഞ്ഞടിച്ച് ഭീമൻ തിരമാല. പെറുവിന്റെ വടക്കൻ മധ്യ തീരപ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസമാണ് തിരമാല ആക്രമണം ഉണ്ടായത്. തിരമാല 13 അടി ഉയരത്തിലാണ് ആഞ്ഞടിച്ചത്. ഇക്വഡോറിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. ഇക്വഡോറിലെ തീരദേശ നഗരമായ മാണ്ട സ്വദേശിയാണ് തിരമാലകളിൽപ്പെട്ട് മരിച്ചത്. പുലർച്ചെ 6 മണിയോടെയാണ് ഇയാളുടെ മൃതദേഹം കരയ്ക്കടിഞ്ഞതെന്നും രക്ഷാപ്രവർത്തകർ അറിയിച്ചു. ഇക്വഡോറുമായി കിഴക്കും തെക്കും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പെറു. പെറു തലസ്ഥാനമായ ലിമയ്ക്കടുത്തുള്ള കലോ നഗരത്തിലെ പ്രധാന തുറമുഖങ്ങളെല്ലാം ബീച്ചുകളും അടച്ചു. പെറുവിൽ നിന്നും 1000-ലധികം കിലോമീറ്ററുകൾക്കകലെ US തീരത്തു നിന്നുമാണ് രാക്ഷസ തിരമാലകൾ എത്തിയതെന്നാണ് നാവികസേനയുടെ അനുമാനം. അതിശക്തമായ കാറ്റാണ് കാരണമെന്നും നിലവിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ലെന്നും എവിടെയും സുനാമി ഉണ്ടായതായി വിവരം ലഭിച്ചിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ബുധനാഴ്ച വരെ തിരമാല ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. പെറുവിലുടനീളം 4 മീറ്റർ വരെ ഉയരമുള്ള കൂറ്റൻ തിരമാലകൾ മേഖലയിൽ ആഞ്ഞടിച്ചതിനെ തുടർന്നാണ് തുറമുഖങ്ങൾ അടച്ചതായി അധികൃതർ വ്യക്തമാക്കിയത്. പെറുവിയൻ തീരപ്രദേശത്തിന്റെ മധ്യ വടക്കൻ മേഖലകളിലെ പല ബീച്ചുകളും മനുഷ്യജീവന് അപകട സാധ്യത തടയാൻ അടച്ചിട്ടുണ്ടെന്ന് പ്രാദേശിക അധികാരികൾ പറഞ്ഞു. പെറുവിന്റെ വടക്കൻ മധ്യ തീരപ്രദേശങ്ങളിൽ ഇന്നലെ 13 അടിയോളം ഉയരത്തിലാണ് തിരമാലകൾ ആഞ്ഞടിച്ചതെന്നാണ് അധികാരികൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൂറ്റൻ തിരമാലകളിൽപ്പെട്ട് ബോട്ട് ജെട്ടികളും പൊതുസ്ഥലങ്ങളും വീടുകളും അടക്കം മുങ്ങിയെന്നും സാരമായ നാശനഷ്ടം സംഭവിച്ചു എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇക്വഡോറിലെ തീരദേശ നഗരമായ മാണ്ട സ്വദേശിയാണ് തിരമാലകളിൽപ്പെട്ട് മരിച്ചത്. കടൽ പ്രക്ഷുബ്ധമാണെന്നും കൂറ്റൻ തിരമാലകൾ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടി 121 തുറമുഖങ്ങളിലെ 91 ജനുവരി 1 വരെ അടച്ചിടുന്നതായി പെറു ദേശീയ അടിയന്തര രക്ഷാദൌത്യ സംഘം അറിയിച്ചു. ഇക്വഡോറുമായി കിഴക്കും തെക്കും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പെറു. പെറു തലസ്ഥാനമായ ലിമയ്ക്കടുത്തുള്ള കെലോ നഗരത്തിലെ പ്രധാന തുറമുഖങ്ങളും ബീച്ചുകളുമാണ് അടച്ചത്. വിനോദസഞ്ചാരികൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. ബോട്ടുകൾ കടലിൽ ഇറക്കരുതെന്നാണ് നിർദ്ദേശം. പെറുവിൽ നിന്നും 1000-ലധികം കിലോമീറ്ററുകൾക്കകലെ US തീരത്തു നിന്നുമാണ് രാക്ഷസ തിരമാലകൾ എത്തിയതെന്നാണ് നാവികസേനയുടെ അനുമാനം. അതിശക്തമായ കാറ്റാണ് കാരണമെന്നും നിലവിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല എന്നും ഇവർ പറയുന്നുണ്ട്. ആശങ്ക വേണ്ടെന്നും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എത്രയും വേഗം മാറണമെന്നും പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ മൊറോക്കൻ തീരത്ത് ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 69ആയി. പശ്ചിമാഫ്രിക്കയിൽ നിന്ന് 80 പേരുമായി പുറപ്പെട്ട ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ടിലുണ്ടായിരുന്ന യാത്രക്കാരിൽ 11 പേർ രക്ഷപ്പെട്ടു. അപകടത്തിൽ മരിച്ചവരിൽ 25 പേർ മാലി പൗരന്മാരാണ്. 5 മാസത്തിനിടെ 5000-ഓളം പേർ ഇത്തരത്തിൽ കുടിയേറ്റ ശ്രമത്തിനിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചുവെന്നാണ് കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സംഘടനകൾ പറയുന്നത്. താൽക്കാലികമായി നിർമ്മിച്ച ബോട്ട് എന്നാണ് മാലിയുടെ വിദേശകാര്യ മന്ത്രാലയം ബോട്ടിനെ പറ്റി നൽകിയ വിവരണം. ബോട്ടിൽ ഏകദേശം 80 പേർ ഉണ്ടായിരുന്നു. എന്നാൽ 11 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇവരിൽ 9 പേർ മാലിയിലുള്ളവരാണ്. ബോട്ട് കഴിഞ്ഞ ആഴ്ചയാണ് മറിഞ്ഞത്. സംഭവത്തിൽ വ്യാഴാഴ്ചയാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തിയത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനായി ഒരു പ്രത്യേക യൂണിറ്റ് നിയോഗിച്ചിട്ടുണ്ട് എന്ന് മന്ത്രാലയം അറിയിച്ചു. മൗറിറ്റാനിയയും മൊറോക്കോയും ഉൾപ്പെടുന്ന അറ്റ്ലാന്റിക് തീരത്തു നിന്നും സ്പെയിനിലേക്കുള്ള ഈ യാത്ര ലോകത്തിലെ ഏറ്റവും അപകടകരമായ കുടിയേറ്റ മാർഗങ്ങളിലൊന്നാണ്. പലരും സാമ്പത്തിക പ്രതിസന്ധിയും സംഘർഷവും ഒഴിവാക്കിയാണ് ഈ ദുഷ്കരമായ യാത്ര തിരഞ്ഞെടുക്കുന്നത്. മൊറോക്കോയും സ്പെയിനും തമ്മിലുള്ള ദൂരം ഏറ്റവും അടുത്ത ഭാഗത്ത് വെറും 14 കിലോമീറ്ററാണ്. ദിനംപ്രതി ശരാശരി 30 പേർ ഈ അപകടകരമായ യാത്രയിൽ ജീവൻ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.